ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓഗസ്റ്റ് മാസത്തിലെ മുഴുവൻ കാര്യങ്ങൾ, ഓഗസ്റ്റ് 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ചാനലിൻ്റെ പേരെന്താണ്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ നമ്മുടെ ചാനലിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും, ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ചോദ്യം: Which film was adjudged the best feature film in the 71st National Film Awards for the year 2023 on August 1st? അതായത് 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതില് ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്, ഏത് സിനിമയാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സിനിമയാണ്? എല്ലാവരെയും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. ഏതാണ്? 12th ഫെയിൽ ആണ് അല്ലെ. The right answer is 12th fail. 12th fail is the right answer. The best feature film in the 71st National Film Award for the year 2023 on August 1st. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളില് വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്തിട്ടുള്ള 12th ഫെയിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 12th ഫെയിലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് 2023 അടങ്ങിയിട്ടുള്ള ഒരു ഹിന്ദി പടമാണ്. ഇറ്റ്സ് എ ബയോഗ്രാഫിക്കൽ ഡ്രാമ ഫിലിം ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ആൻഡ് റിട്ടൺ ബൈ. അപ്പൊ ഡയറക്ഷൻ ഒരാൾ തന്നെയാണ്, പ്രൊഡക്ഷൻ ഒരാൾ തന്നെയാണ്, എഴുതിയിരിക്കുന്നതും കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എല്ലാം ആര് തന്നെയാണ്? വിധു വിനോദ് ചോപ്ര തന്നെയാണ് അല്ലെ. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ട്രൂ ഇവന്റ്സ് അല്ലെ. അത് എന്താണ്, നടന്ന സംഭവമാണ് അല്ലെ. മനോജ് കുമാർ ശർമ്മയുടെ ജീവിതമാണ് ഏത് 12th ഫെയിൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ട് അനുരാഗ് പഥക് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിന്റെ ബേസിസിലാണ് 12th ഫെയിൽ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ടുള്ളത് അല്ലെ. ഹു ഓവർകം ദ എക്സ്ട്രീം പോവർട്ടി ടു ബിക്കം ആൻ IPS ഓഫീസർ അല്ലെ, ഇന്ത്യൻ പോലീസ് ഓഫീസർ, ആൻഡ് ശ്രദ്ധ ജോഷി ശർമ്മ ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർ അല്ലെ. അപ്പൊ ദാരിദ്ര്യത്തിൽ നിന്ന് വന്നാൽ പോലും നമുക്ക് ഒരു IPS ഓഫീസർ ആകാനായിട്ട് നമ്മുടെ മനഃശക്തി അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ തരുന്ന ഒരു പടമാണ് ഏത് 12th ഫെയിൽ എന്ന് പറയുന്നത്. പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒട്ടും നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആയില്ലെങ്കിൽ ഈ പടം കാണുന്നത് നന്നായിരിക്കും. 12th ഫെയിൽ അത് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്തിട്ടുള്ള 12th ഫെയിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. അപ്പൊ അതിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്? വിക്രാന്ത് മേസിയാണ് അല്ലെ. അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദ ഫിലിം സ്റ്റാർസ് വിക്രാന്ത് മേസി, എസ് ശർമ്മ അലോങ് സൈഡ് മേധ ശങ്കർ, ആനന്ദ് ജോഷി, ആനുഷ്മാൻ പുഷ്കർ ആൻഡ് പ്രിയാൻഷു ചാറ്റർജി. ഇതാണ് അതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴാണ് ഇത് റിലീസ് ചെയ്തത്? 27 ഒക്ടോബർ 2023 അല്ലെ. ഒക്ടോബർ 27-നാണ് അത് തിയേറ്റർ റിലീസ് ആയിരുന്നു. എത്രയായിരുന്നു അതിന്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത്? 20 കോടി ബഡ്ജറ്റിലാണ് അത് ഇറക്കിയത്. എന്നാൽ അതിന്റെ 3 ഇരട്ടി പൈസയാണ് നമുക്ക് തിരിച്ചു കിട്ടിയത് അല്ലെ. 69, നമുക്കല്ല അതിന്റെ പ്രൊഡ്യൂസറിന് 69 കോടി രൂപയാണ് കിട്ടിയിട്ടുള്ളത് 12th ഫെയിലിന്. 100 കോടി അടിച്ചോന്ന് അറിയില്ല കേട്ടോ. അത് 69 ഫിലിം ഫെയർ അവാർഡ്സ് won 5 അവാർഡ്. അപ്പോൾ 71st ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഫിലിം ഫെയർ അവാർഡ്. 69ാമത്തെ ഫിലിം ഫെയർ അവാർഡില് ഈ 12th ഫെയിൽ എന്നുള്ള സിനിമയ്ക്ക് 5 അവാർഡുകളാണ് കിട്ടിയത്. ഏതൊക്കെയാണ്? ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂന്ന് കാറ്റഗറീസിലെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. At the 71st National Film Award, the film won 2 awards. 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആൻഡ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദ റീഡിംഗ് റോൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആർക്കാണ് ഇത് കിട്ടിയത്? വിക്രാന്ത് മേസിക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് 71st നാഷണൽ ഫിലിം അവാർഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 12th ഫെയിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ദ കേരള സ്റ്റോറി എന്ന ഹിന്ദി സിനിമ ഒരുക്കിയ സുദീപ് തോസനാണ് മികച്ച സംവിധായകൻ കേട്ടോ. ജവാൻ എന്ന ചിത്രത്തിലൂടെ ഷാറൂഖ് ഖാനും 12th ഫെയിലിലെ പ്രകടനത്തിലൂടെ വിക്രാന്ത് മേസിയും മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടിട്ടുണ്ട്. ഷാറൂഖിന്റെ ആദ്യത്തെ ദേശീയ പുരസ്കാരമാണ് ഇത്.
ഓക്കെ. റാണി മുഖർജിയാണ് മികച്ച നടി. അത് ഏതാണ് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിസസ് ചാറ്റർജി വേഴ്സ് നോർവേ എന്നുള്ളത് പടത്തിനാണ് ഇത് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? പൂക്കാലം, അതുപോലെ തന്നെ എന്താ ഉള്ളൊഴുക്ക് അല്ലെ. അതായത് മികച്ച സഹതാരത്തിനുള്ള പുരസ്കാരത്തിന് മലയാളി താരങ്ങളായിട്ടുള്ള വിജയരാഘവനും അതുപോലെ തന്നെ ഉർവശിയും അർഹരായിട്ടുണ്ട്. പൂക്കാലം എന്ന സിനിമയ്ക്കാണ് വിജയരാഘവന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉർവശി കിട്ടിയിരിക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി, പൂക്കാലം എന്ന സിനിമയുടെ തന്നെയാണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ആണ്. ചിത്രം 2018 എന്ന ചിത്രത്തിൽ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ലഭിച്ചിട്ടുണ്ട് 2018 കേട്ടോ. പുരസ്കാരങ്ങൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ മികച്ച സൗണ്ട് ഡിസൈനർ, സിനിമ ആനിമൽ കേട്ടോ. എം.ആർ. രാധാകൃഷ്ണൻ റീ റെക്കോർഡിംഗ് ആനിമൽ. അപ്പൊ ആനിമലിന് 2 അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മികച്ച സൗണ്ട് ഡിസൈനറും അതുപോലെ തന്നെ റീ റെക്കോർഡിംഗ്, അതുപോലെ തന്നെ എന്നിവരാണ് മറ്റ് മലയാളി ജേതാക്കൾ ഉള്ളത്. ഓക്കെ. അപ്പൊ അതുപോലെ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്തിട്ടുള്ള ഉള്ളൊഴുക്ക് മികച്ച മലയാളം സിനിമയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മലയാളത്തിന് അഭിമാനിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? മികച്ച സഹതാരത്തിനുള്ള പുരസ്കാരത്തിന് മലയാളി താരങ്ങളായിട്ടുള്ള വിജയരാഘവനും ഉർവശിയും അർഹരായിട്ടുണ്ട്. സിനിമ ഏതാണ്? വിജയരാഘവന് കിട്ടിയത് പൂക്കാലം എന്ന സിനിമയ്ക്കും ഉർവശിക്ക് കിട്ടിയിരിക്കുന്ന ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കിന്റെ പ്രത്യേകത എന്താണ്? മികച്ച മലയാളം സിനിമയായിട്ടും ഉള്ളൊഴുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതം പരിഗണിച്ചിട്ടില്ല എന്നുള്ള വിവാദങ്ങളും 71ാമത്തെ നാഷണൽ അവാർഡിന് ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മികച്ച എഡിറ്റർ ആയിട്ട് മിഥുൻ മുരളി, അത് ചിത്രം പൂക്കാലം തന്നെയാണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് മോഹൻദാസ്, ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. അങ്ങനെ അതാണ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ. അതുപോലെ സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ മികച്ച സൗണ്ട് ഡിസൈനർ. എം.ആർ. രാജകൃഷ്ണൻ ഓക്കെ മികച്ച റീ റെക്കോർഡിംഗ് ആനിമൽ എന്നുള്ള സിനിമയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്നിവരാണ് മറ്റ് മലയാളി ജേതാക്കൾ കേട്ടോ. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ച് പറയാനായിട്ട്. യെസ്, സെക്കൻഡ് ചോദ്യം അല്ലെ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് പ്രസാദ്? PRASAD. അതായത് ഒരു മിനിസ്റ്റർ ഓഫ് ടൂറിസം 54 പ്രൊജക്ട്സ് ഈ പ്രസാദ് സ്കീമിന്റെ ബേസിസിൽ 54 പ്രൊജക്ടിന് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസാദ് എന്നതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? The right answer is എന്താണ്? Pilgrimage, Rejuvenation and Spirituality Augmentation Drive is the full form of പ്രസാദ്. ഓക്കെ അല്ലേ? ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്റ്റർ ഓഫ് ടൂറിസം, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ. പിന്നെ എന്താണ് പറയാനുള്ളത്? അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റെജുവിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെജുവിനേറ്റിന്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ ബൈ പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ infrastructure development, which includes making tourism infrastructure well planned and enhancing tourist convenience, accessibility and amenities. അതെന്താണ്? ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സ്കീമാണ് ഇത്, പ്രസാദ് സ്കീം. അതിന്റെ അണ്ടറിൽ 54 പ്രൊജക്റ്റ് ആണ് വരാനായിട്ട് പോകുന്നത്. ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് ദ ഫെസിലിറ്റീസ് അറ്റ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ സൈറ്റ്സ് ടു അട്രാക്ട് മോർ ടൂറിസ്റ്റ്. ഓക്കെ, പറഞ്ഞല്ലോ ഓൾറെഡി. അടുത്തത് 3ാമത്തെ ചോദ്യം. When is World Lung Cancer Day observed every year? എന്നാണ് ലോക ലങ്സ് ക്യാൻസർ ഡേ എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. The right answer is August 1st. വേൾഡ് ലങ് ക്യാൻസർ ഡേ ഈസ് ഓൺ August 1st അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ഡേറ്റ് നോക്കാം. August 1st വേൾഡ് ലങ് ക്യാൻസർ ഡേ മാത്രമല്ല വേൾഡ് വൈഡ് വെബ് ഡേ ആണ്. WWW അല്ലെ. എന്താണ്? വേൾഡ് വൈഡ് വെബ് ഡേ ആണ്. ഇറ്റ്സ് ഒബ്സർവ്ഡ് ഓൺ August 1st globally and the day honors and acknowledges the founder of internet ആരായിരുന്നു? ടിം ബെർണേഴ്സ്-ലീ. എപ്പോഴും PSC IT വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് ആരാ? ടിം ബെർണേഴ്സ്-ലീ അല്ലെ. This date is considered the birth of the modern internet. അപ്പൊ മോഡേൺ ഇന്റർനെറ്റിന്റെ ബർത്ത് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏത് ഡേറ്റ് ആണ്? August 1st ആണ് കേട്ടോ. വേൾഡ് വൈഡ് വെബ് ഡേ അല്ലെ. അടുത്തത് August 3rd നാഷണൽ വാട്ടർമെലൺ ഡേ ആണ് കേട്ടോ. നാഷണൽ വാട്ടർമെലൺ ഡേ എന്നാണ് August 3 നാഷണൽ വാട്ടർമെലൺ ഡേ. ഓക്കെ. അടുത്തത് August 6 ഹിരോഷിമ ഡേ ആണ് അല്ലെ. ഹിരോഷിമ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 6 August every year. This is the day when the atomic bomb was dropped on the Japanese city of Hiroshima. അപ്പൊ August 6 എന്താ ഹിരോഷിമ വർഷിച്ചത് അല്ലെ. അടുത്തത് ഡേറ്റ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് വീക്കിലെ കാര്യങ്ങളാണല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നമുക്ക് നോക്കുന്നത്. August 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്. August 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ അല്ലെ. August 8 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഡേ ആണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സെഷൻ ഇൻ ബോംബെ on 8 August 1942, Mohandas Karamchand Gandhi launched the Quit India movement. It is also known as the
ഓഗസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി. അപ്പൊ ഓഗസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. അത് ഓഗസ്റ്റ് 8 തീയതിയാണ് 1942 അല്ലെ. ഓഗസ്റ്റ് 9 നമ്മൾ ഹിരോഷിമ ഡേ പറഞ്ഞ പോലെ 6 കഴിഞ്ഞ പിന്നെ 9 നാഗസാക്കി ഡേ ആണ് അല്ലെ. 1945 നാഗസാക്കി അല്ലെ ബോംബ് അവിടെ വർഷിച്ചത്. സെക്കൻഡ് ബോംബ് ഓൺ ജപ്പാൻ ആൻഡ് നാഗസാക്കി ആൻഡ് ദ ബോംബ് ഈസ് ഓൾസോ നോൺ ആസ് ഫാറ്റ് മാൻ എന്നറിയപ്പെടുന്ന ബോംബ് ഏതാണ്? ഹിരോഷിമയാണോ നാഗസാക്കിയിൽ വെച്ച ബോംബാണ്? ഇത് നാഗസാക്കിയിലാണ്. ഇറ്റ് വാസ് ഡ്രോപ്പ് 3 days after the atomic bombing of ഹിരോഷിമ. ഹിരോഷിമയിൽ കഴിഞ്ഞതിന് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് 6 തീയതി ഹിരോഷിമയിലാണ്, 9 തീയതി നാഗസാക്കിയിലാണ് ബോംബിട്ടത് അല്ലെ. അടുത്തത് 10 തീയതി വേൾഡ് ലയൺ ഡേ ആണ് കേട്ടോ. ഓഗസ്റ്റ് 10 എന്ന് പറയുന്നത് വേൾഡ് ലയൺ ഡേ ആണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ 10 August ആനുവലി. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു സ്പ്രെഡ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ലയൺസ് ആൻഡ് ദ കൺസർവേഷൻ. ഇനി ഓഗസ്റ്റ് 10 തന്നെ വേൾഡ് ബയോഫ്യൂവൽ ഡേ ആണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ August 10 to spread awareness about the unconventional source of fuels that could work as an alternative to the fossil fuels. ഓഗസ്റ്റ് 12 ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ദിവസമാണ് ഇത് ഓഗസ്റ്റ് 12 എന്ന് പറയുന്നത്. എല്ലാവരിലും ഒരു എന്തുണ്ട്, ഒരു യൂത്ത് ഉണ്ട് അല്ലെ. ഇന്റർനാഷണൽ യൂത്ത് ഡേ is celebrated on 12th August around the globe to focus on the development and protection of youth in the society. ഈ 4ാമത്തെ ചോദ്യമാണ്, which Indian fighter jet will be completely decommissioned on September 19, 2025 after 6 decades of service. അതായത് എന്താണ് പറയുന്നത്? 6 പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ 2025 സെപ്റ്റംബർ 19 പൂർണ്ണമായിട്ട് ഡീകമ്മീഷനിങ് ചെയ്യുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 6 പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ 2025 സെപ്റ്റംബർ 19 പൂർണ്ണമായി ഡീകമ്മീഷനിങ് ചെയ്യുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനം ഏതാണ്? MiG-21 ആണ് കേട്ടോ. The right answer is MiG-21 to retire in September after 62 years of services. അതായത് എന്താണ്? തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച തേജസ് MK-1A ആണ് MiG-21 പകരം വ്യോമസേനയുടെ ഭാഗമാകുന്നത്. 1963-ലാണ് MiG-21 വ്യോമസേനയിൽ എത്തുന്നത് കേട്ടോ. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ ഇവ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം സേവനത്തിലിരുന്ന യുദ്ധവിമാനമാണ്. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങള്, 1999-ലെ കാർഗിൽ യുദ്ധം, 2019-ലെ ബാലക്കോട്ട് ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയിൽ MiG-21 പങ്കാളിയായിട്ടുണ്ടായിരുന്നു. റഷ്യൻ വിമാന നിർമ്മാതാക്കളായിരുന്ന മിഗോയിൻ ഗുറേവിച്ച് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഈ MiG എന്ന് പറയുന്നത് കേട്ടോ. സോ MiG-21 is an Indian fighter jet will be completely decommissioned on September 19, 2025 after 6 decades of services. Okay. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, വാട്ട് ഈസ് നരേന്ദ്രമോദീസ് പൊസിഷൻ എമംഗ് ദ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ തുടർച്ചയായിട്ട് ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിമാരിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളതാണ് ചോദ്യം. എത്രാമതാണ് മക്കളെ? ദ റൈറ്റ് ആൻസർ ഈസ് എത്രാമതാണ്? 2ാമതാണ് കേട്ടോ. 2ാമതാണ്. 4077 ദിവസം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ഇന്ദിരാഗാന്ധിയെ മറികടന്നാണ് നരേന്ദ്രമോദി 2ാം സ്ഥാനത്ത് എത്തുന്നത് കേട്ടോ. അപ്പൊ 4077 ദിവസം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ദിരാഗാന്ധിനെ മറികടന്നാണ് 2ാം സ്ഥാനത്ത് ആരെത്തുന്നത്? നരേന്ദ്രമോദി എത്തുന്നത് കേട്ടോ. 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 24 വരെയായിട്ട് 4077 ദിവസമാണ് ഇന്ത്യ തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്നത്. ഏറ്റവും അധിക കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ, അതായത് 6130 ദിവസമാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയെ മറികടന്ന് ആരെത്തിയിരിക്കുകയാണ്? നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. 2014, 2019, 2024 വർഷങ്ങളിലാണ് മോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. സോ ഇന്ദിരാഗാന്ധി വാസ് ദ PM between 1966 and 1977 for 4077 days. Narendra Modi became the PM for the first time on May 26 in 2014. Modi now stands behind only Jawaharlal Nehru, India's first PM. ഓക്കെ അല്ലേ? അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ദ 2025 വിംബിൾഡൺ മെൻ സിംഗിൾ ചാമ്പ്യൻ ഈസ് ജാനിക് സിൻഡർ.
യാനിക് സിന്നർ ആണെന്നല്ലേ പറയാം. 2025 2025 വിംബിൾഡൺ വിമൻ സിംഗിൾ ചാമ്പ്യൻ ഈസ് ആരാണ്? ഇഗ സ്വിയാതെക്. അപ്പോൾ ഇതില് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ബോത്ത് ആർ കറക്റ്റ്, ഓപ്ഷൻ ബി ബോത്ത് ആർ ഇൻകറക്റ്റ്, ഓപ്ഷൻ സി 1 ഈസ് കറക്റ്റ് 2 ഈസ് ഇൻകറക്റ്റ്, ഓപ്ഷൻ ഡി 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ്. ഏതാണ് മക്കളെ? 2025 വിംബിൾഡൺ മെൻ സിംഗിൾ ചാമ്പ്യൻ ഈസ് യാനിക് സിന്നർ ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, 2025 വിംബിൾഡൺ വുമൻ സിംഗിൾ ചാമ്പ്യൻ ആരായിരുന്നു? ഇഗ സ്വിയാതെക് ആയിരുന്നു. അതും റൈറ്റ് ആൻസർ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബോത്ത് ആർ കറക്റ്റ്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ കുറിച്ച് പറയാനുള്ളത്? സിന്നറിന്റെ കരിയറിലെ ആദ്യ വിംബിൾഡൺ കിരീടമാണ് കേട്ടോ. വിംബിൾഡൺ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ ഇറ്റാലിയൻ താരവും ആര് തന്നെയാണ്? സിന്നർ തന്നെയാണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെയാണ് ഫൈനലിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. യാനിക് സിന്നറുടെ 4ാം ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടവുമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വനിതാ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ US താരം അമൻഡ അനിസിമോയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇഗ സ്വിയാതെക് കിരീട നേട്ടം നേടുന്നത് അല്ലെ. ഒരു ഗെയിം പോലും നഷ്ടപ്പെടാതെയുള്ള ഇഗയുടെ കരിയറിലെ ആദ്യ വിംബിൾഡൺ കിരീട നേട്ടമാണിത്. വിംബിൾഡൺ കിരീടം നേടുന്ന ആദ്യ പോളിഷ് താരം കൂടിയാണ് ആര്? ഇഗ സ്വിയാതെക് എന്ന് പറയുന്നത് കേട്ടോ. 1988 ശേഷം ആദ്യമായാണ് ഒരു ഗെയിം പോലും കൈവിടാതെയുള്ള ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടം എന്ന് പറയുന്നത്. 1911 ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വനിതാ താരം കൂടിയാണ് ആര്? ഇഗ. ഓക്കെ, ഇഗയുടെ 6ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. 4 ഫ്രഞ്ച് ഓപ്പണും ഒരു US ഓപ്പണും നേടിയിട്ടുണ്ട്. ഇതുവരെ കളിച്ച 6 ഗ്രാൻഡ് സ്ലാം ഫൈനലും ജയിക്കാനും ഇഗയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടുപേരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. സോ 2025 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവായത് യാനിക് സിന്നർ ആണ്. 2025 വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവായത് ഇഗ സ്വിയാതെക് ആണ്. ഓക്കെ, ചോദ്യം ആൻസർ വന്നല്ലേ. Which city was selected as the first cleaner city in Kerala according to Swachh Sarvekshan 2024? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന ഒരു ആൻസർ ആണ്. എന്താണ്? സ്വച്ഛ് സർവേക്ഷൻ 2024 പ്രകാരം കേരളത്തിലെ ഒന്നാമത്തെ ശുചിത്വ നഗരമായിട്ട് ക്ലീനസ്റ്റ് സിറ്റി ശുചിത്വ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് എന്നുള്ളതാണ്. കൊച്ചിയാണ്. Kochi has been adjudged the cleanest city in Kerala under the 9th edition of the Swachh Sarvekshan Survey 2024. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന ഖ്യാതി തുടർച്ചയായ 8ാം വർഷവും മധ്യപ്രദേശിന്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള ഇൻഡോർ നേടിയിട്ടുണ്ട്. എന്നാൽ 2ാം സ്ഥാനം സൂറത്തും 3ാം സ്ഥാനം നവി മുംബൈയും നേടിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഒന്നാമത്തെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? ഇൻഡോർ ആണ്. എന്നാൽ കേരളത്തിലെ ശുദ്ധമായ ഒന്നാമത്തെ ശുചിത്വ നഗരമായി തെരഞ്ഞെടുത്തത് അത് കൊച്ചിയാണ്. പണ്ടൊക്കെ നമ്മൾ കളിയാക്കിയിട്ട് പറയാറുണ്ട് കൊച്ചി എത്തി, നമുക്ക് മണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇനി ആ കളിയാക്കൽ നടക്കില്ല അല്ലെ. The first cleanest city in Kerala according to Swachh Sarvekshan 2024 becomes Kochi. അടുത്തത്, at the national level Kochi has significantly improved its position, rising from നോക്കിക്കേ 416ാം പ്ലേസിൽ നിന്ന് എന്തായിട്ടുണ്ട്? 15 this year. ഇപ്രാവശ്യം അത് 50ാം പൊസിഷനിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നഗരം പ്രതിദിനം പുറന്തള്ളുന്ന ജൈവമാലിന്യം ഗോബർ CNG പ്ലാന്റിലൂടെ ഇന്ധനമാക്കി മാറ്റുന്ന ഉൾപ്പെടെ മാതൃകകളാണ് നേട്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൽ നിന്നുള്ള ഊർജം പൊതുഗതാഗതത്തിനുള്ള ബസ്സുകളിൽ ഉപയോഗിക്കുന്നുമുണ്ട്. സോ അതിന്റെ ഒരു കണക്കെടുപ്പിലാണ് എങ്ങനെ കൊച്ചിക്ക് നമുക്ക് റാങ്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. Kochi has become the first cleanest city in Kerala according to in Kerala ആണ്. note that point. Okay, പിന്നെ എന്തൊക്കെയാണ്? യെസ്, കേരളത്തിലെ സിറ്റീസിന്റെ റാങ്ക് ആണ് പറയുന്നത്. കൊച്ചിക്ക് 50 അല്ലെ, മട്ടന്നൂർ 53, തൃശ്ശൂർ 58, കോഴിക്കോട് 70, ആലപ്പുഴ 80, ഗുരുവായൂർ 82, തിരുവനന്തപുരം 83, കൊല്ലമാണ് ഏറ്റവും റാങ്ക് കമ്മി 93 അല്ലെ. ഇനി 10 ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള സ്വച്ഛ് ഷെഹർ വിഭാഗത്തിലെ 1ാം സ്ഥാനം ആർക്കാണ്? അഹമ്മദാബാദിന് കേട്ടോ. ഓക്കെ, 1ാം സ്ഥാനം വന്നിരിക്കുന്നത് അഹമ്മദാബാദിനാണ്. അതുപോലെ ഈ വിഭാഗത്തില് ഭോപ്പാൽ 2ാമതും ലക്നൗ 3ാമതും എത്തിയിട്ടുണ്ട്. അതായത് 10 ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള സ്വച്ഛ് ഷെഹർ വിഭാഗത്തിൽ. ഇനി 3 മുതൽ 10 ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനം നോയിഡയ്ക്കാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നത് മാത്രം. മൈസൂർ എന്നിവ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. രാജ്യത്തെ 100 ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 8 നഗരങ്ങൾ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. രാജ്യത്തെ 100 ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് 8 നഗരങ്ങൾ ഇടം നേടിയിരിക്കുകയാണ്. മട്ടന്നൂർ നഗരസഭയ്ക്ക് സ്പെഷ്യൽ കാറ്റഗറിയിലെ മിനിസ്റ്റീരിയൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. മട്ടന്നൂരിന്റെ റാങ്ക് 53 അല്ലെ, പോയിന്റ് ആണ് അല്ലെ, റാങ്ക് പോയിന്റ്, റാങ്ക് ആണ് തോന്നുന്നു. തിരുവനന്തപുരം നഗരസഭ വാട്ടർ പ്ലസ് പദവി സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭ
വാട്ടർ പ്ലസ് പദവി സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്? കൊച്ചിന്റെ റാങ്ക് നമ്മൾ പറഞ്ഞു. കൊച്ചി 50, മട്ടന്നൂർ 53, തൃശ്ശൂർ 58, കോഴിക്കോട് 70, ആലപ്പുഴ 80 അല്ലെ, ഗുരുവായൂർ 82, തിരുവനന്തപുരം 89, കൊല്ലം 93 എന്നിവയാണ് ആദ്യ 100-ൽ സ്ഥാനം പിടിച്ച കേരളത്തിലെ നഗരസഭകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. What is the name of the world first atomic bomb test? Right answer is Trinity test ആണ്. എന്തുകൊണ്ടാണ് ഇത് കറണ്ട് അഫയേഴ്സിൽ വരാനുള്ള കാരണം? അതായത് ലോകത്തെ ആദ്യ അണുബോംബ് പരീക്ഷണമായിട്ടുള്ള ട്രിനിറ്റി ടെസ്റ്റിന്റെ എത്രാമത് വാർഷികമാണ് 2025 ജൂലൈ 16 നടന്നിട്ടുണ്ടായിരുന്നു. ഇത് എത്രാമത്തെ വാർഷികമാണ്? 80ാമത്തെ വാർഷികമാണ് നടന്നിട്ടുള്ളത് കേട്ടോ. So the Trinity test was the first detonation of nuclear weapon conducted by the United States as part of Manhattan Project on July 16, 1945 in New Mexico. അതായത് 1945 ജൂലൈ 16-നാണ് ലോകത്തെ ആദ്യ ആറ്റം ബോംബ് പരീക്ഷണമായിട്ടുള്ള ട്രിനിറ്റി പരീക്ഷണം നടന്നത്. ജെ റോബർട്ട് ഓപ്പൺഹൈമറുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണം നടന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് യുഎസിന് വേണ്ടി അണുബോംബ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ പിറന്ന മാൻഹാട്ടൻ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചിട്ടുള്ള പരീക്ഷണം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ന്യൂ മെക്സിക്കോയിലെ ലോസ് അലമോസിലായിരുന്നു പരീക്ഷണം നടന്നിട്ടുണ്ടായിരുന്നത്. The test involved the detonation of plutonium implosion device nicknamed Gadget at the Jornada del Muerto site, also known as Trinity site എന്നാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ 1945 ഓഗസ്റ്റ് 9-ന് ജപ്പാനിലെ നാഗസാക്കിയിൽ വർഷിച്ച ഫാറ്റ്മാൻ എന്ന ബോംബുമായിട്ട് സാദൃശ്യമുള്ള പ്ലൂട്ടോണിയം ബോംബാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഗാഡ്ജറ്റ് എന്നാണ് ഈ ബോംബ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യുറേനിയം ബോംബായിട്ടുള്ള ലിറ്റിൽ ബോയ് ഓഗസ്റ്റ് 6-ന് ആദ്യം ഹിരോഷിമയിൽ വർഷിച്ചിരുന്നു. 3 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലെ പ്ലൂട്ടോണിയം ബോംബ് ഫാറ്റ്മാൻ വർഷിച്ചു. അപ്പൊ ഹിരോഷിമയിലും നാഗസാക്കിയിലെയും അണുബോംബാക്രമണങ്ങളും ജപ്പാന്റെ കീഴടങ്ങലുമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലെ അവസാന സംഭവങ്ങൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ വേൾഡ് ഫസ്റ്റ് ആറ്റോമിക് ബോംബ് ടെസ്റ്റ്? ട്രിനിറ്റി ടെസ്റ്റ് എന്നാണ്. ഓക്കെ, അടുത്തത് അതിന്റെ ഡേറ്റ് ആൻഡ് ടൈം ആണ് നമ്മൾ പറയുന്നത്. ട്രിനിറ്റി ടെസ്റ്റിന്റെ കേട്ടോ ഡേറ്റ് ആൻഡ് ടൈം. ദ ടെസ്റ്റ് took place on July 16, 1945 at 5:29 AM. പുലർച്ചെയാണ് നടന്നത്. 5:30 ആവണേന് 1 മിനിറ്റ് മുന്നേ ആണ് ട്രിനിറ്റി ടെസ്റ്റ് നടന്നത്. അപ്പൊ 1945 ജൂലൈ 16-ന് ലോകത്തെ ആദ്യ ആറ്റം ബോംബ് പരീക്ഷണമായിട്ടുള്ള ട്രിനിറ്റി പരീക്ഷണം നടന്നു അല്ലെ. ഡേറ്റ് ആൻഡ് ടൈം. ലൊക്കേഷൻ എവിടെയായിരുന്നു? ട്രിനിറ്റി സൈറ്റ് വാസ് ലൊക്കേറ്റഡ് 210 miles south of Los Alamos, New Mexico on the Alamogordo bombing range. എവിടെയാണ് നടന്നത്? ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ജെ റോബർട്ട് ഓപ്പൺഹൈമറുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിട്ടുള്ളത് അല്ലെ. ന്യൂ മെക്സിക്കോയിലെ ലോസ് അലമോസിലായിരുന്നു പരീക്ഷണം നടന്നിട്ടുണ്ടായിരുന്നത്. Purpose: the test was conducted to assess the effectiveness of the plutonium implosion type atomic bomb, one of the 2 types of atomic bombs developed by the Manhattan Project. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് യുഎസിന് വേണ്ടി അണുബോംബ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ പിറന്ന മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചിട്ടുള്ള പരീക്ഷണം നടന്നിട്ടുള്ളത്. The device named Gadget was plutonium implosion device hosted on a 100-foot steel tower. അതായത് എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ 1945 ഓഗസ്റ്റ് 9-ന് ജപ്പാനിലെ നാഗസാക്കിയിൽ വർഷിച്ച ഫാറ്റ്മാൻ എന്ന ബോംബുമായിട്ട് സാദൃശ്യമുള്ള പ്ലൂട്ടോണിയം ബോംബാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. ഗാഡ്ജറ്റ് എന്നാണ് ഈ ബോംബ് അറിയപ്പെടുന്നത് അല്ലെ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് വാട്ടർവേ ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാത എന്ന് പറയുന്നത് ദേശീയ ജലപാത 3, നാഷണൽ വാട്ടർവേ 3. ഓക്കെ, നാഷണൽ വാട്ടർവേസും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് കൊല്ലം കോഴിക്കോട്, നാഷണൽ വാട്ടർവേ 8 ആലപ്പുഴ ചങ്ങനാശ്ശേരി, നാഷണൽ വാട്ടർവേ 9 ആലപ്പുഴ കോട്ടയം, നാഷണൽ വാട്ടർവേ 13 പൂവാർ, അതുപോലെ തന്നെ എന്താണ് ഇരയിമ്മൽ തുറൈ. ഓക്കെ, നാഷണൽ വാട്ടർവേ 59 കോട്ടയം വൈക്കം. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. കൺസിഡർ ദി ഗിവൻ സ്റ്റേറ്റ്മെന്റ്സ്. അരിപ്പ ബേർഡ് സാങ്ച്വറി ഈസ് ഇൻ തിരുവനന്തപുരം. തിരുവനന്തപുരത്തുള്ള ഒരു പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം. രണ്ടാമത്തെ, അഗസ്ത്യാർകുടം ഈസ് ദ സദേൺ മോസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്. എന്താണ്?
പശ്ചിമഘട്ടത്തിലെ തെക്കേയറ്റത്തെ മലനിരയാണ് അഗസ്ത്യാർകൂടം. മൂന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? മങ്കയം എക്കോ ടൂറിസം പ്രൊജക്ട് ഈസ് ഇൻ കോഴിക്കോട്. മങ്കയം എക്കോ ടൂറിസം പദ്ധതി കോഴിക്കോടാണ്. ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1 and 2 are right. The right answer is option A ആണ്. 1 and 2 are right. മങ്കയം എക്കോ ടൂറിസം പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകുളം എന്ന് പറയുന്നത്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. വാഴവൻതോൾ വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ എന്താണ് കലക്കയം വെള്ളച്ചാട്ടം, മങ്കയ വെള്ളച്ചാട്ടം എന്നിവ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സോ the statements are 1 and 2 are right. Okay. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.